ഹലോ, അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പഴയകാല ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വല്യമ്മയുടെ കാലത്തൊക്കെ അവരൊക്കെ എപ്പോഴും ഇപ്പോൾ അവർ അന്നോട്ടൊക്കെ ഉണ്ടാക്കി വരുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ വൈകിട്ടത്തെ ചായക്ക് ആ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ഒന്നുമില്ല, കുറച്ച് അരിപ്പൊടി, നമ്മുടെ പാക്കറ്റ് വരുന്ന സാധാ അരിപ്പൊടിയുമായ നമ്മുടെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി, അതിലേക്ക് ഒരു 3-4 ചെറുള്ളി നല്ല കുനുകുനൂന്ന് കൊത്തി അരിഞ്ഞത്, കുറച്ച് തേങ്ങ, പിന്നെ നമ്മുടെ ചെറുജീരകയില്ലേ അത്, പിന്നെ നമ്മുടെ ആവശ്യത്തിന് 2-2.5 സ്പൂണോളം, ഞാനിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി അരിപ്പൊടിക്കാണ് 2-2.5 സ്പൂണോളം പിന്നെ പഞ്ചസാര ഇട്ടത്. പിന്നെ അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. പക്ഷേ ഇത് വല്യമ്മ പറഞ്ഞു തന്ന് ഇതുണ്ടാക്കി എങ്കിൽ കൂടെയും നമ്മൾ നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി. വൈകിട്ടൊക്കെ നല്ല മഴയത്ത് നല്ല കട്ടൻ ചായയും ഈ ഒരു അപ്പമൊക്കെ ആയിട്ട് ഇങ്ങനെ ചൂടിനെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴയകാല റെസിപ്പിയെ തോൽപ്പിക്കാൻ എന്തായാലും നമുക്ക് പറ്റില്ല കേട്ടോ. അടിപ്പ് സാധനം, നല്ല അടിപൊളി. ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇത് നിങ്ങൾക്ക് മിസ്സായി പോകണ്ട, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ഇത്രയും പറഞ്ഞ ഐറ്റംസും കൂടെയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മിക്സ് ചെയ്യേണ്ടതിൻ്റെ ഇടയിൽ എൻ്റെ പൊടിയൊക്കെ പറഞ്ഞ് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മുടെ സാധാ വെള്ളം, ചൂടും അല്ല തണുപ്പും അല്ല, വെറുതെ ഉള്ള പച്ചവെള്ളത്തിൽ ഇത് നന്നായിട്ട് ഈ ബാറ്റർ നല്ല ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടയൊന്ന് ആദ്യം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് ലൂസാക്കാം. അപ്പോൾ പതിയെ നമുക്ക് അതിൻ്റെ ആ ബാറ്റർ കുറേശ്ശായിട്ട് നമുക്ക് അതിൻ്റെ പൊടിയുടെ കട്ടയൊക്കെ ഒന്ന് മാറ്റി നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എന്തായാലും ഒരു രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടത്തെയോ എപ്പോഴും വേണമെങ്കിലും ഉണ്ടാക്കി. മോനൊക്കെ ഞാൻ വിചാരിച്ചു അവന് ഇഷ്ടമാവുമെന്നറിയില്ല, അവനൊരു 2-3 ഒക്കെ വെച്ച് പെട്ടെന്ന് കയ്യിൽ വെച്ച് തന്നെ കടിച്ച് ഞാൻ കഴിച്ചു. എൻ്റെ കുഞ്ഞതും കഴിച്ചു കേട്ടോ, അവൾക്കും ഇഷ്ടമായി. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. ചൂടനെ കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല, ഒരു ഗ്ലാസ് കട്ടൻ ചായ മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി തന്നെ നോക്കണം. ഇത് മിക്ക വീട്ടിലെ നമ്മുടെ വല്യമ്മമാരൊക്കെ ഉള്ളവരുടെ വീടുകളിൽ എന്തായാലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും, അവർക്കറിയാവുന്നത് തന്നെയാണ്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇക്കാരണം അതിനേക്കാൾ ഏറെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വല്യമ്മമാരുടെ അടുത്ത് നിന്ന് ചായക്കൊന്നും ഇല്ലല്ലോ ഉമ്മ എന്നിങ്ങനെ വല്യമ്മ നമ്മുടെ അവിടെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ, തറവാട്ടിൽ നിന്ന്. അപ്പോൾ വന്നിരുന്നപ്പോഴും ഉമ്മ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യുക, കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് ചുമ്മാ മധുരവും ഇട്ട് ഇന്ന ഐറ്റംസ് ചേർത്തിട്ട് ചുമ്മാ അങ്ങോട്ട് കലക്കിച്ചുട്ടെ, പ്രത്യേക ഷേപ്പോ ഒന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം ഈ ഒരു രീതിയിൽ വേണം കലക്കിയെടുക്കേണ്ടത്. കണ്ടില്ലേ, കുറച്ചും കൂടെ ഒരു പൊടിക്ക് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. കാര്യം എന്താ വെച്ചാൽ ഇത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒഴുകി നല്ല രീതിയിൽ പോകണം. ഇതൊരിച്ചിരി നല്ല വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കണം. കാര്യം എന്നാന്ന് വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ വല്യമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം വളരെ കുറച്ചേ ഇടാറുള്ളൂ എന്ന് പറഞ്ഞു, അപ്പം ഇത് ഒട്ടിപ്പിടിക്കില്ല. പക്ഷേ ഞാൻ മധുരം ഇച്ചിരി ഇട്ടു. കാര്യം എന്നാന്ന് വെച്ചാൽ മോനൊക്കെ പിന്നെ വേറെ പ്രത്യേകിച്ച് സെപ്പറേറ്റ് മധുരം ഇടണ്ടല്ലോ, അത് കരുതി ഇട്ടു. പക്ഷെ നമ്മൾ അങ്ങനെ ഇടുമ്പോൾ എൻ്റെ ഈ നമ്മുടെ ഇതിലേതോ ഈ അപ്പം ഉണ്ടാക്കുന്ന ഈ പാന്, അതിൻ്റെ ആ നടുക്ക് കറക്റ്റ് പോർഷനിൽ വന്നിട്ട് ഒരു ഇച്ചിരി അവിടെ നോൺ സ്റ്റിക്കിൻ്റെ അത് ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, നടുക്ക് ആ കറക്റ്റ് പോർഷൻ വരുമ്പോൾ അവിടെ ഒന്ന് ഒട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് അങ്ങോട്ട് ഒഴിച്ച് അടച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാൻ കംപ്ലീറ്റ് വരാൻ പാകത്തിനും ഷേപ്പിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ വല്യമ്മ പറഞ്ഞു തന്നത് ഇങ്ങനെ, നമുക്ക് അതിന് പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട, നീ ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് കോരി ഒഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. സംഭവം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും, ഈ ഉള്ളിയും മധുരവും എല്ലാം കൂടെ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അടിപ്പ സാധനം എന്ന് വെച്ചാൽ പൊളി സാധനം. പിന്നെ മറിച്ചിട്ടു, പക്ഷെ മറിച്ച് ഇടണം എന്നില്ല. കാര്യം നമ്മൾ മൂടി വെച്ച് ഇങ്ങനെ അത് ആവിയിൽ വേവുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. നമ്മുടെ കലക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ്
ട്രിക്സ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. നമുക്ക് എന്ത് എളുപ്പത്തിനാണ് നമ്മൾ ഉണ്ടാക്കിയത്, പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ലാന്നേ. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒഴിക്കാം. ഞാനിപ്പോൾ എന്തായാലും പെട്ടെന്ന് എളുപ്പത്തിന് ഉണ്ടാക്കുകയും വേണം, എല്ലാവരും ചായ കുടിക്കാനൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യണമല്ലോ. എന്തായാലും അടിപൊളി സാധനമാണ്. ഇനി എന്തായാലും നമ്മൾ ഈ വെളിയിൽ നിന്ന് എണ്ണയെ വറുത്തതും മറ്റുമൊക്കെ മേടിക്കുന്ന സമയത്ത് എന്ത് നല്ല സാധനം, നല്ല ഹോം മെയ്ഡ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എളുപ്പമല്ലേ? ഇതിന് വല്ല പണിയുണ്ടോ? എനിക്കൊന്നും പണിയായിട്ട് തോന്നിയില്ല കേട്ടോ. ഒരു പ്രത്യേക മണമൊക്കെ കേട്ടോ, ഈ ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ആ മാവിൻ്റെയും വെളിച്ചെണ്ണയും പിന്നെ ആ ചെറുള്ളിയുടെയൊക്കെ ഒരു ഇത് വെന്തിങ്ങനെ വരുന്ന ടൈമിലുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു മണം വരുന്നുണ്ട്. പിന്നെ തീ കുറച്ച് വെച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമായിരുന്നു. ഞാൻ പിന്നെ ധൃതി ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ തിടുക്കത്തിൽ നിൽക്കുക. പിന്നെ എന്താ ചെയ്യുക, അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കലക്കി ചൂടുന്ന കലക്കപ്പം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷേപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അടിപൊളിയായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ ഞാനതൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ഷേപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ വല്യമ്മേനെ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വല്യമ്മയുടെ ഞാൻ ഒറ്റയ്ക്കുള്ള ഫോട്ടോ എടുക്കാൻ ശരിക്കും മറന്നു. വല്യമ്മ ഇപ്പോൾ അങ്ങ് തറവാട്ടിൽ പോയി. അപ്പോൾ ലാസ്റ്റ് ഞാൻ അപ്പോൾ കൊണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വല്യമ്മയുടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഫ്രണ്ടിൽ കണ്ടു കാണുമല്ലോ വല്യമ്മയുടെ ഫോട്ടോ. അതാണ് ഞങ്ങൾ, അതായത് ഇവിടുത്തെ എൻ്റെ ഇക്കാടെ മുഫാസ, നമ്മുടെ മുബീക്കാടെ വാപ്പയില്ലേ, വാപ്പാടെ ഉമ്മയാണത്. വല്യാപ്പ മരിച്ചു പോയി, ഉമ്മയാണ് ഇപ്പോൾ വാപ്പച്ചിയുടെ കൂടെയാണ് നിൽക്കുന്നത്. ഉമ്മക്ക് 85 വയസ്സൊക്കെ കഴിഞ്ഞു, 85-90 ഉള്ള ഒരു ഏജ് ഉണ്ട്. അപ്പോൾ തറവാട്ടിൽ ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് ഉമ്മ ജസ്റ്റ് നമ്മുടെ എറാത്ത് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉമ്മ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്, നീ ഇത് വേഗം ഉണ്ടാക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ ഉമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്യണമല്ലോ, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്. എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതണു. ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ആണെന്ന് ചോദിച്ചാൽ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെല്ലാ പേരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ മറന്നു പോകണ്ട, ഈ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സായി പോകണ്ട കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സംഭവം കണ്ടോ, ഞാനൊരു ഇങ്ങനെ ഒരു തുണിയിൽ, നമ്മുടെ ഈ അലക്കിയ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണിയിൽ ഇങ്ങനെ വേറൊരു തുണിയൊക്കെ വെച്ചൊരു റോള് പോലെ ആക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനാന്ന് വെച്ചാൽ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാൻ എളുപ്പമാണ്. എന്നിട്ട് ഒരു ടിന്നിൽ എടുത്ത് വെക്കും. അത് നല്ല എളുപ്പമാണ്. നമുക്ക് ദോശക്കല്ലും ഒക്കെ ഇങ്ങനെ എണ്ണ തടകാൻ നല്ലതാണ്. അതെ, മഴ പെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു നോട്ടത്തിൽ എൻ്റെ മോള് ഞാനും കൂടെ നോക്കി നിൽക്കണേന് എൻ്റെ ചുഞ്ചു എല്ലാവർക്കും ഒരു ടാറ്റ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ നമ്മുടെ കലക്കപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാണ് നമുക്ക് പറഞ്ഞു തന്ന് ഞങ്ങളുടെ വല്യമ്മ ഖദീജ ഉമ്മ. ഇതാണ് ഞങ്ങളുടെ ഉമ്മ. അപ്പോൾ ഉമ്മയുടെ ഒരു റെസിപ്പിയാണ്, പണ്ട് കാലത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കി നോക്കുന്നത്. ഇങ്ങനെ ഈ ഇത്രയും ഐറ്റമൊക്കെ വെച്ച് നമ്മൾ ചുമ്മാ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, ഇങ്ങനെ ഐറ്റമൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഉമ്മാക്ക് എന്നെ കൊടുത്തു, ടേസ്റ്റൊക്കെ ഒത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മധുരം ഇത്രയും ഉമ്മ എന്ന് ഇടാറില്ല എന്ന് പറഞ്ഞു. അത് മാത്രമേ ഉമ്മ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. നമ്മുടെ മുത്തുമണി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ, നമ്മുടെ അപ്പം കഴിക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ സൂപ്പറാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്, ആർക്കും മിസ്സായി പോകണ്ട. ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എങ്കിലും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള കലക്കപ്പമാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.